അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന വിജയശങ്കറെ കോടതി കയറ്റാതെ ചിന്നുവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ കേസ് പിൻവലിച്ചതിന് ശേഷം അർച്ചന അമ്പാട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അമ്പാട്ടി വീട്ടിലേക്ക് വന്ന അർച്ചന ആദ്യം തന്നെ മഞ്ജുവിനെയാണ് പിടിക്കുന്നത്. കാരണം JK ചിന്നുവിന് കൊടുത്ത ഫോട്ടോ മാറ്റിയിട്ട് പകരം വേറെ ഫോട്ടോ വെച്ചത് മഞ്ജുവിനെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നീ ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്, അതോ നീ സ്വയം ചെയ്തതാണോ, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ആകെ പതറിപ്പോവുകയാണ് കേട്ടോ. കള്ളത്തിയെ പിടിച്ചല്ലോ, കയ്യോടെ പിടിച്ചു കൂടിയതാണ്. മഞ്ജുവിന് ഒരു ഉത്തരവും കിട്ടുന്നില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ തെളിവ് സഹിതം കണ്ടുപിടിക്കും, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും നീ പറയണം എന്ന് പറയണം കേട്ടോ. അതേസമയം ചന്ദ്രയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. കാരണം ഒരിക്കലും വിജയശങ്കറിനെ ജയിച്ച് കാണാൻ പറ്റുന്നില്ല. അർച്ചനയാണ് എപ്പോഴും ജയിച്ച് കാണുന്നത് വിജയേട്ട. അതുകൊണ്ട് അവളെ നമുക്ക് എന്തായാലും നമ്മുടെ തലയ്ക്ക് മീതെ വെച്ചിരിക്കാൻ പാടില്ല. അവളെ നമുക്ക് കൊല്ലണം എന്നിങ്ങനെ ചന്ദ്ര പറയണം. കാരണം അവൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് അവളെ നമുക്ക് വേണ്ട, അവളെ കൊല്ലണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വിജയശങ്കറിൻ്റെ മനസ്സിലാകെ മൊത്തം അർച്ചനയെ എങ്ങനെയും ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ. അതേസമയം അമ്പാട്ടി വീട്ടിലെ എല്ലാവരുമായിട്ട് അർച്ചന സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുകയാണ്. പിന്നീട് രുക്കുവിനോട് അർച്ചന കയർത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ കാരണം എന്ന് നമുക്കറിയില്ല. ക്ലൈമാക്സ് എപ്പിസോഡ് അടുത്ത ശനിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം. അതേപോലെ തന്നെ വിജയശങ്കർ അർച്ചനയെ തോക്ക് ചൂണ്ടി വെടിവെക്കണമുണ്ട്. അതുപോലെ തന്നെ ചന്ദ്ര ചിന്നുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം ചന്ദ്ര അർച്ചനയെയും JKയെയും ഷൂട്ട് ചെയ്തിട്ട് അത് വിജയശങ്കറിനെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് സമനില തെറ്റിയ പോലെ വിജയശങ്കർ അർച്ചനയെ വെടിവെക്കാൻ പോകുന്നത് കേട്ടോ. ആരെയാണ് വെടിവെച്ചിട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ അർച്ചന രുക്കുവിൻ്റെ ഓരോ കള്ളത്തരങ്ങളും എണ്ണി എണ്ണി പറയുകയും അച്ചു രുക്കുവിനെ നല്ല പോലെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ക്ലൈമാക്സ് എപ്പിസോഡിൽ അർച്ചനൻ്റെ ഭാഗമാണ് ശരിയെന്നും അർച്ചന വിജയശ്രീലളിതയായിട്ട് വരികയും ചെയ്യും. നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ ക്ലൈമാക്സ് ഉണ്ടാവും. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?